സീ ഫുഡ് അല്ല, ഞാനിത് അൽഫാം. വെൽക്കം ടു എ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് റജുല മാസിൻ വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗിന് കുറേ പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സങ്കടമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകത. പക്ഷേ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കില്ലല്ലോ. ചില സങ്കടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരു ദിവസമാണ് ഇന്ന്. എൻ്റെ ആദ്യത്തെ ജോലിക്ക് ഞാൻ കയറിയപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതിന് ഇത്രയും ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൈസേൻ്റെ കാര്യം അവൾ പറയുന്നു. അല്ല, ഈ 2.5 വർഷത്തിനിടയിൽ പൈസേൻ്റെ എല്ലാം കുറേ അപ്പുറത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്സ്. പക്ഷേ ഇന്നിപ്പോൾ അതിൽ നിന്ന് 4 പേര് നമ്മളോട് ഫെയർവെൽ പറഞ്ഞു പോവുകയാണ്. ആൻഡ് ദിസ് വ്ളോഗ് ഇസ് ഫോർ ദം. ഒരു ഔട്ട്ഡോറിൽ പോയിട്ട് നമുക്ക് ഇതെല്ലാം നടത്താമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നെ മഴ കാരണം നമുക്ക് ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആക്കാൻ പറ്റിയില്ല. യെസ്, വർക്കല പോകാനായിരുന്നു നമ്മൾ വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. പിന്നെ കോവളം പോകാൻ വിചാരിച്ചു, നടന്നില്ല, മഴ. ആക്ച്വലി ഞാൻ പറഞ്ഞ കേക്ക് ഇവർ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞ കേക്ക് മറ്റേ ഞാൻ കട്ട് ചെയ്യും. ഇത് സെൻസർ ചെയ്യാൻ പാടില്ല. അപ്പം ആ കേക്ക് അതായിരുന്നു നല്ലത്. നമുക്ക് നല്ല വൃത്തിക്ക് തിന്നായിരുന്നു, നല്ലതായിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, അത് മേടിക്കാൻ പറഞ്ഞു. അതിന് ഞാൻ വഴക്ക് പറഞ്ഞത് എന്റെ അടുത്ത് ഉദ്ദേശിച്ചിരിക്കുക. എന്റെ ചെവി തന്നു. ശരിക്കൂലേ, നമ്മൾ അത്ര കുറച്ച് നമ്മൾ കഴിക്കൂലോ. അപ്പൊ നമ്മൾ എന്തായാലും വാങ്ങുമ്പോ നല്ല വൃത്തിയിൽ കഴിക്കണം. തലങ്ങും വിലങ്ങും വരയാണ്. അതിന്റെ മേലെ ഒരു കാര്യം ചെയ്ത് മൊത്തം മാറ്റി കളയാം, വായിച്ചളയാം. എന്നാ ഒരു പ്ലെയിൻ കേക്ക് വാങ്ങാം. അതില്ല ചവിട്ടാനോ? ഔട്ട്ഡോർ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇവിടെ ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ഞാൻ ഒരു ഔട്ട്ഡോറിൽ വരാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നേക്കുന്ന സ്ഥലം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഒരു പ്രൈവസി ഉണ്ടല്ലേ. ഒരു മനുഷ്യനും ഇല്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു പ്രൈവസി. പേരെന്നാ ആവശ്യപ്രകാരം എനിക്കൊരു ഫിഷ് മന്തി, എനിക്കൊരു മട്ടൻ മന്തി. മിഷാലിനൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളം. അതന്നെ ആൾക്കാരുന്നു. ഓ സ്നേഹാണോ നീ ഉദ്ദേശിക്കുന്നത്? സത്യം പറ, നീ എന്ത് വിറ്റിട്ടാ വന്ന്? ആധാരെ പടയപ്പെടുത്തിട്ടാണോ? ശരിയാട്ടോ. വർക്കലയിൽ തുടങ്ങി, കോവളയിൽ തുടങ്ങി, കോവളം വഴി അവസാനം നമ്മൾ എത്തിയേക്കുന്നത് എന്റെ മൈൻഡ് സെറ്റ് ആവുന്നുണ്ട്, ബ്ലർ ആവുന്നുണ്ട്. കരങ്ങട്ട് ഞാൻ ജനിച്ചപ്പോഴുണ്ടല്ലോ എല്ലാരും ചിരിച്ചു കളിക്കുന്നതാണ് പറയുന്നത് രജനാസി. താങ്ക്സ് ഗൈസ്. നോക്ക് ഗൈസ്,
അജോ ഹായ് പറയും. നമ്മുടെ കൂട്ടത്തിൽ ുള്ളത് നീ പറ എന്താ മനുഷ്യൻ ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ആ ഒരു ബിഗ് റിവീൽ നടത്തുകയാണ്. ആക്ച്വലി എനിക്ക് ഇന്ന് പറയുന്ന ആഗ്രഹം ഉണ്ടായില്ല, പക്ഷേ പറയേണ്ടിയിരിക്കുന്നു. ആക്ച്വലി ഐ തിങ്ക് ഒരു 1 month കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. രഹസ്യമായി പറഞ്ഞു വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അല്ല, ഐ ആം ഗിവിംഗ് ഇറ്റ് എ ട്രൈ. അത്ര നിങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഗിവിംഗ് ഇറ്റ് എ ട്രൈ. അപ്പം എനിക്കറിയില്ല, പ്രാങ്ക് ഗൈസ്. ഗോപൊക്കെ തിന്നോട്ട് കിടക്കുന്നത് എന്ത് ഞാൻ കണ്ടിരുന്നു. അത് കുറച്ച് പാടിപ്പോയി, കാരണം പ്രാങ്കിന്. പക്ഷേ ഗൈസ്, ഞാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിളിച്ചു തീറ്റ നിർത്തുന്നു. 2.5 വർഷം മുന്നേ നമ്മൾ കയറിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അല്പം അടിച്ചു കയറ്റുന്ന നിഷാൽ, മൂല കടിച്ചു കയറ്റുന്ന നിഷാൽ, പിന്നെ ഇവിടെ തിന്നു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ടേറ്റി സ്റ്റാൻഡി, പിന്നെ വേറൊരു പുള്ളിക്കാരത്തെ അവള് പക്ഷെ ഇന്നല്ല പോണത്. അവള് പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇവർക്ക് 3 പേർക്കും കൂടിയിട്ടാണല്ലോ ഒരു നന്ദി പ്രസംഗം നമ്മൾ നടത്തുന്നത്. മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു. നിങ്ങൾ സമ്മാനിച്ചത് തീർച്ചയായിട്ടും നിങ്ങളില്ലാത്തൊരു ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഐ മീൻ നമ്മളെപ്പോഴും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ കൈ വേദനിക്കുന്നത് സോറി ഡാമൻ. അപ്പം ഒത്തിരി സന്തോഷം, ഒരുപാട് മെമ്മറീസ്. ഇങ്ങനെ കഴിക്കുമ്പോ കണ്ണീർ ഉടക്കി ബൈ ഗൈസ്. കണ്ണീർ ഉടക്കി കണ്ണൂർ ഇറക്കി. എന്റെ വ്ളോഗ് സ്റ്റാർ അഭിനന്ദൻ. ഓക്കെ, അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കാര്യമായിട്ട് ഇവിടുന്ന് റീൽസ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഡിസ്കഷൻ നടന്നു. എത്തുമല്ലോ അവിടെ ബാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുക ഗൈസ്. നമ്മളങ്ങനെ എനിക്കിട്ടാണ് എറിഞ്ഞ് കളിക്കുന്ന ഈ പട്ടികള്. മാറി തിരിഞ്ഞേക്കടാ. റജുലേന്റെ ഫസ്റ്റ് വെടിയും പോയിട്ടുണ്ട്. അതും റജുലയ്ക്ക് പറ്റിയ പണിയല്ല ഇത്. റജുല പിന്മാറണം.
റജിലേക്ക് ഒന്ന് കിട്ടി. ഗോപി ഈ പണി നിർത്തുന്നതാണ് നല്ലത്. റജില ജയിച്ചിരോ? ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ശംഖുമുഖം ബീച്ചിലെത്തി. നമ്മള് കോവളം കാണിക്കുന്നത്